exercise question number 1, page number 71. A box contains 6 black and 4 white balls. If a ball is taken from it, what is the probability of it being black and the probability of it being white? ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തുമുണ്ട്. ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്, വെളുത്തതാകാനോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിനകത്ത് 2 നിറത്തിലുള്ള ബോളുകളാണ് ഉള്ളത്. ബ്ലാക്ക് നിറത്തിലുള്ള 6 ബോളുകളുണ്ട്. വൈറ്റ് നിറത്തിലുള്ള 4 ബോളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. പ്രോബബിലിറ്റി കാണണമെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ആകെ ബോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര ബോളുകളുണ്ട്? 10 ബോളുകളാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രോബബിലിറ്റി അഥവാ സാധ്യതയാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ഫോർമുല എഴുതി വെക്കുക, കാരണം അതിന്റെ 1 മാർക്ക് നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കേണ്ടതാണ്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് divided by total number of outcomes. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലം എന്ന് എഴുതും. അപ്പൊ നമുക്കിവിടെ എന്തിന്റെയാണ് പ്രോബബിലിറ്റി കാണേണ്ടത്? അപ്പൊ ഇവിടെ നടക്കുന്ന എക്സ്പെരിമെന്റ് എന്താണ്? ഈ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ നോക്കാതെ ഒരു ബോൾ എടുക്കും. 10 ബോളുകൾ ഒരു ബോക്സിനകത്തുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുന്നു. ആ എടുക്കുക എന്നതാണ് പരീക്ഷണം, എക്സ്പെരിമെന്റ്. അപ്പൊ ആ എക്സ്പെരിമെന്റിൽ ഒരാൾ നോക്കാതെയാണ് ബോൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള 6 ബോളിനും 6 ബ്ലാക്ക് ബോളിനും 4 വൈറ്റ് ബോളിനും ഒരേ ചാൻസ് ആണ് സെലക്ടഡ് ആവുക എന്നുള്ളത്. സോ ആ എക്സ്പെരിമെന്റ് റാൻഡം എക്സ്പെരിമെന്റ് തന്നെയാണ്. കാരണം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ബോൾ കിട്ടോ വൈറ്റ് ബോൾ കിട്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സെലക്ടഡ് ബോൾ ഈസ് ബ്ലാക്ക്? നമ്മൾ എടുക്കുന്ന പന്ത് കറുത്തതാകാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈസ് ഈക്വൽ ടു കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് എഴുതാം. പി ഓഫ് ഒന്നും എഴുതണ്ട, കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് മലയാളത്തിൽ എഴുതിയാൽ മതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അതിനകത്തുള്ള എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്, ബ്ലാക്ക് ബോളിന് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്രയാണ്? എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? 6 എണ്ണം. ആകെ ബോളുകൾ എത്രയാണ്? 10. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടി. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈസ് 6/10 ആണ്. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഏതിന്? ഇവന്റിന്. ബ്ലാക്ക് ബോളിന് പോസിബിൾ ആയിട്ടുള്ള എണ്ണം എത്രയാണ്? 6 എണ്ണം. ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ആ ബാഗിനകത്ത് ആ ഒരു ബോക്സിനകത്ത് ഉള്ള ടോട്ടൽ ബോളുകളുടെ എണ്ണം അത് 10 ആണ്. സോ 6/10 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുന്നവർ എഴുതിക്കോളാം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക ഒരു ഫ്രാക്ഷനെ? നമ്മൾ 2 ന്യൂമറേറ്റർ നോക്കും, ഡിനോമിനേറ്റർ നോക്കും. രണ്ടും ഏതിന്റെ മൾട്ടിപ്പിൾസ് ആണ് നോക്കും. 6ഉം 10ഉം 2 എന്ന നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2 എണ്ണത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഉം 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടും. സോ 3/5 എന്ന് ചുരുക്കത്തിൽ നിങ്ങൾക്ക് എഴുതാം. 6/10 എന്ന് എഴുതിയാലും മാർക്ക് ഉറപ്പാണ്. ഇനി നമ്മളോട് വേറൊന്നും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, ഒരു വെള്ള പന്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? അതേ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 ബോളുള്ള ബോക്സ് ആണ്. അതിൽ നിന്ന് ആ ബോക്സിലേക്ക് നോക്കാതെ നമ്മൾ ഒരു ബോൾ എടുക്കുന്നു. അത് വെള്ളപ്പന്ത് ആകാനുള്ള ചാൻസ് എത്രയാണ്? അപ്പൊ വെള്ളപ്പന്തിന് അനുകൂലമായിട്ടുള്ള എണ്ണം എത്രയാണ്? 4. ആകെ സാധ്യതകൾ എത്രയാണ്? 10. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, വെളുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4/10 ആണ്. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം 2/5 എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിനകത്ത് 2 ഔട്ട്കംസേ ഉള്ളൂ പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ളത്, രണ്ടാമത്തത് വൈറ്റ് ബോൾ കിട്ടാനുള്ളത്. അപ്പോൾ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത 6/10 ആണ്.
വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത 4/10 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. 6/10 പ്ലസ് 4/10 എന്ന് പറയുമ്പോൾ 10/10 1. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2, പേജ് നമ്പർ 71. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ചപ്പന്തുമുണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ചപ്പന്തും ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ സെക്കൻഡ് ബാഗ്, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താൽ എന്ത്? ആ ചുവന്ന ബോൾ തന്നെ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 2 ബാഗുകളുണ്ട്. അപ്പോൾ റഫായിട്ടൊക്കെ ചിത്രമൊക്കെ വരച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ എളുപ്പത്തിലുള്ള കോൺസെപ്റ്റാണ് പ്രോബബിലിറ്റി ആക്ച്വലി. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബാഗിനകത്തുള്ളത് 3 റെഡ് ബോളും 7 ഗ്രീൻ ബോളുമാണ്. രണ്ടാമത്തെ ബാഗിനകത്തുള്ളത് 8 റെഡ് ബോളും 7 ഗ്രീൻ ബോളുമാണ്. ഓക്കെ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഈ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. സോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഫോമിൽ എഴുതി വെക്കുന്നതാണ് നല്ലത്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, ഫേവറബിൾ ഔട്ട്കംസ് എന്നോ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ വായിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ബാഗ് നോക്കിയേ വേണ്ട, ആദ്യത്തെ ബാഗ് മാത്രം നോക്കിയാൽ മതി. അതിൽ നിന്ന് ഒരു ബോൾ എടുത്താൽ അത് റെഡ് ആകാനുള്ള ചാൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നാമത്തെ ബാഗിൽ റെഡിന് പോസിബിൾ ആയിട്ടുള്ള എത്ര എണ്ണങ്ങൾ ഉണ്ട്? റെഡിന് അനുകൂലമായിട്ടുള്ള ഔട്ട്കംസിന്റെ എണ്ണം എത്രയാണ്? 3 റെഡ് ബോൾസ് ആണുള്ളത്. സോ 3നും ഈക്വൽ ചാൻസ് ആണ് സെലക്ട് ചെയ്യപ്പെടാൻ ആണല്ലോ. സോ ഒന്നാമത്തെ ആൻസർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ്. ഇങ്ങനെയൊന്നും എഴുതിയില്ലെന്ന് സാരല്ല, ജസ്റ്റ് ആ പ്രോബബിലിറ്റി, ആ നമ്പർ എത്രയാണെന്ന് എഴുതി വെച്ചാലും മതി, മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ഫസ്റ്റ് ബാഗ്, ഒന്നാമത്തെ സഞ്ചിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതാ സമം. അപ്പൊ ചുവന്ന പന്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഫലങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ബൈ ആകെ ഫലങ്ങൾ, ആകെ ഔട്ട്കംസ്, ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ ആ ബാഗിനകത്ത് എത്ര ഉണ്ട്? 10 പന്ത്. 3 റെഡും 7 ഗ്രീനും കൂടെ കൂട്ടുമ്പോൾ 10 പന്ത്. സോ 10ൽ 3 റെഡ് കിട്ടാനുള്ള ചാൻസ്. സോ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി 3/10. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ സെക്കൻഡ് ബാഗ്, ഈ റെഡ് ബോള് നമ്മൾ സെക്കൻഡ് ബാഗിൽ നിന്നാണോ നിന്നെടുത്താൽ എന്താണ് ചാൻസ്? റെഡ് ബോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ബാഗിൽ നിന്നാണ്. ഓക്കെ. നമ്മൾ ഒരു ബോൾ എടുക്കുന്നു, അത് റെഡ് ആകാനുള്ള ചാൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, ഇനി ആ നീട്ടി വലിച്ചെഴുതണമെന്നില്ല, ജസ്റ്റ് പ്രോബബിലിറ്റി മലയാളത്തിലാണെങ്കിൽ സാധ്യതാ സമം എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ റെഡിനുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്രയുണ്ട്? 8. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയുണ്ടാന്ന് വെച്ചാൽ ആകെ പന്തുകളുടെ എണ്ണം എത്രയാ? 15. സോ 8/15 ആണ് രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇഫ് ഓൾ ദ ബോൾസ് ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? ഇത് രണ്ടും, ഇതിനകത്തുള്ള ബോളുകളും ഒന്നാമത്തെ ബാഗിലുള്ള ബോളുകളും രണ്ടാമത്തെ ബാഗിലുള്ള ബോളുകളും ഒരു ബാഗിനകത്ത് മാത്രം ഇടും. അപ്പൊ ആ ബാഗിനകത്തും വീണ്ടും റെഡും ഗ്രീനും കളറുള്ള ബോളുകൾ മാത്രമാണ് വരും.
ഈ രണ്ട് ബാഗിലെയും ബോളുകൾ നമ്മൾ ഒരുമിച്ചാക്കുമ്പോഴും ഈ രണ്ടെണ്ണത്തിലും റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര റെഡ് ബോൾ വരും? ഈ ബാഗിൽ നിന്നുള്ള 3 റെഡ് ബോളും ഈ ബാഗിൽ നിന്നുള്ള 8 റെഡ് ബോളും കൂടെ കൂട്ടി 11 റെഡ് ബോൾ വരും. എത്ര ഗ്രീൻ ബോൾ വരും? 7 ഗ്രീൻ ബോളും ഈ 7 ഗ്രീൻ ബോളും കൂടെ കൂട്ടുമ്പോൾ 14 ഗ്രീൻ ബോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ എല്ലാ ബോളുകളും കൂടെ ഇട്ടിരിക്കുന്ന ബാഗിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡ് ആകാനുള്ള ചാൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സിംഗിൾ ബാഗിൽ നിന്ന്, ആ ഒരു സഞ്ചിയിൽ നിന്ന് റെഡ് ബോളിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്രയാണ്? റെഡ് ബോളിന് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എത്രയാണ്? 11 റെഡ് ബോളാണുള്ളത്. ആകെ ബോളുകളുടെ എണ്ണം എത്രയാണ്? ടോട്ടൽ എത്ര ബോളുകൾ ഉണ്ട് ആ ബാഗിനകത്ത്? 25. സോ ആൻസർ എന്താണ്? 11/20. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 70. Numbers from 1 to 25 are written on paper slips and put it in a box. One slip is taken from it. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണത്തിൽ എഴുതി ഒരു പെട്ടിയിലിട്ടു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്തു. A part. What is the probability that it is an even number? കടലാസിലെ സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? What is the probability of getting an odd number? ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? C. What is the probability of getting a multiple of 3? 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത എന്താണ്? D. What is the probability of getting a multiple of 6? 6ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത എന്താണ്? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബോക്സിനകത്ത് നമ്മൾ കുറച്ച് പേപ്പർ സ്ലിപ്പുകൾ ഇട്ടിരിക്കുന്നു. ആ ഓരോ പേപ്പർ സ്ലിപ്പിനകത്തും 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് എഴുതി ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഈ 1 മുതൽ 25 വരെ ഒന്ന് എഴുതി സമയം കളയണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. 8 അങ്ങനെ 25 വരെ എഴുതിയിട്ട് പേപ്പർ സ്ലിപ്പിൽ ഇട്ടിരിക്കുന്നു. അപ്പൊ ടോട്ടൽ ആ ഒരു ബാഗിനകത്ത് എത്ര സ്ലിപ്പുകൾ ഉണ്ടാവും? ആകെ ഫലം, ടോട്ടൽ ഔട്ട്കംസ്, അതാണത്. എത്ര ഉണ്ടാവും? 25 എണ്ണം ഉണ്ടാവും. 25 സ്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 25 എണ്ണം ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റിയാണ്. ആദ്യം തന്നെ നമ്മൾ മറക്കാതെ ഫോർമുല എഴുതി വെക്കാം. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, കാരണം 1 മാർക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഉറപ്പിക്കേണ്ടതാണ്. ഈ 4 എണ്ണത്തിന്റെ ആൻസർ നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയാലും ഈ ഫോർമുലയ്ക്കുള്ള 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു number of possible outcomes divided by total number of outcomes. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? കടലാസിലെ സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമുക്കറിയാം, കടലാസിൽ നമ്മൾ എഴുതിയിട്ടിരിക്കുന്നത് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് ആണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി ഒരു ബോക്സിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 25 വരെയുള്ള നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൽ ഈവൻ നമ്പേഴ്സ് ഇത്രയുമാണ്. അതിന്റെ എണ്ണമാണ് നമുക്ക് ആവശ്യം. അപ്പൊ നമ്പർ ഓഫ് ഈവൻ ഔട്ട്കംസ്, ഇരട്ട ഫലങ്ങൾ വരുന്നത് എത്ര എണ്ണമാണ്? ഇതിന്റെ എണ്ണം എത്രയുണ്ട്? ടോട്ടൽ 25 എണ്ണത്തിൽ എത്രയാണ് ഇരട്ട വരുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 എണ്ണമാണ് ഇരട്ട സംഖ്യ വരുന്നത്, ഈവൻ നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പറിന്റെ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എത്രയാണ്? 12. ഈവൻ നമ്പറിന് ഇരട്ട സംഖ്യയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ 12. ഇനി ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 25. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി എന്താണ്? 12/25. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ? ഈ 25 എണ്ണത്തിൽ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഈവൻ ഔട്ട്കംസ് 12 എണ്ണമാണ്. അപ്പോൾ ബാക്കി 13 എണ്ണം ഓഡ് നമ്പർ ആയിരിക്കത്തില്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? ഓഡിന് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസിന്റെ എണ്ണം 13 ആണ്. ടോട്ടൽ ഔട്ട്കംസിന്റെ എണ്ണം 25 ആണ്. ആ ബോക്സിനകത്തുള്ള എത്ര സ്ലിപ്പുകൾ ഉണ്ടോ അതിനെയാണ് നമ്മൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത്. 25 ആണ്. അതിൽ ഓഡ് ആവാനുള്ളത്, ഓഡിന് സാധ്യതകളായിട്ടുള്ളത് 13 എണ്ണം. 1, 3, 5, 7 ഈവൻ അല്ലാത്ത നമ്പേഴ്സിനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ 13 എണ്ണം ഉണ്ടാവും. അതാണ് ആൻസർ എഴുതിയത് 13/25. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3? 3ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത എന്താണ്? അതായത് 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൽ 3ന്റെ മൾട്ടിപ്പിൾസ്, 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 3ന്റെ ഗുണിതാണ് 6, 9, 12, 15, 18, 21, 24. ഇത്രയും എണ്ണങ്ങളാണ് 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത്. 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ഇത്ര എണ്ണമാണ്. സോ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആവാൻ സാധ്യത ഉള്ള നമ്പേഴ്സ് ഇതൊക്കെയാണ്. അതിന്റെ എണ്ണം എത്രയാണ്? എത്ര എണ്ണം ഉണ്ടത്? 1, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. ആകെ എത്രയുണ്ട് ആ ബോക്സിനകത്ത്? 25. 25 8 എണ്ണത്തിനാണ് 3ന്റെ ഗുണിതങ്ങൾ, 3ന്റെ മൾട്ടിപ്പിൾസ് ആകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ആൻസർ വരുമ്പോൾ 8/25. ഓക്കെ, ഇനി ഡി പാർട്ട് ആൻസർ ചെയ്യാം. ഡി പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 6? 6ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത എന്താണ്? ഈ 25 സ്ലിപ്പിൽ 6ന്റെ ഗുണിതങ്ങൾ, 6ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം 6, 12, 18, 24. ഇങ്ങനെ 4 എണ്ണം മാത്രമാണ് 6ന്റെ മൾട്ടിപ്പിൾസ് ആയി ഈ സ്ലിപ്സിൽ ഉള്ളൂ. അപ്പൊ പ്രോബബിലിറ്റി നമുക്ക് എഴുതാം. പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു 6ന്റെ മൾട്ടിപ്പിൾസിന് സാധ്യതയായ പേപ്പർ സ്ലിപ്പുകളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണം. ആകെ സ്ലിപ്പുകളുടെ എണ്ണം എത്രയാണ്? 25. സോ 4/25 ആണ് പ്രോബബിലിറ്റി. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3, പേജ് നമ്പർ 71. One is asked to say a 2-digit number. What is the probability of it being a perfect square? ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമുക്ക് 2-digit നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഏറ്റവും ചെറിയ 2-digit നമ്പർ ഏതാണ്? 10 ആണ്. ഓക്കെ, 11, 12 അങ്ങനെ പോയി. ഏറ്റവും വലിയ 2-digit നമ്പർ ഏതാണ്? 99 ആണ്. 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ആണ് 2-digit നമ്പേഴ്സ്. ഈ 3 നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ ആകാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് വേണം അതിന്റെ പ്രോബബിലിറ്റി കാണാൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 2-digit നമ്പേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകളുടെ എണ്ണം. 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. നമുക്ക് 10 മുതൽ 99 വരെ എണ്ണി നോക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 99. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 10. 99ൽ നിന്ന് 10 കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടിയാൽ മതി. ഓക്കെ, 99ൽ നിന്ന് 10 കുറയ്ക്കും. ഇതിലൊരു നമ്പർ ഇൻക്ലൂഡഡ് അല്ല, അത് കാരണമാണ് 1 കൂട്ടുന്നത്. 99 10 കുറച്ചാൽ നമുക്ക് 89 കിട്ടും. അതിനോട് 1 കൂട്ടിയാൽ 90 നമ്പേഴ്സ് ഉണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും വലിയ 2-digit നമ്പർ ഏതാന്ന് നോക്കുക, ഏറ്റവും ചെറിയ 2-digit നമ്പർ ഏതാന്ന് നോക്കുക. അത് തമ്മിലുള്ള വ്യത്യാസത്തിനോട് കൂടി 1 കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ഈ 90 2-digit നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? പൂർണ്ണ വർഗങ്ങൾ. 2-digit പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്.
രണ്ടക്ക സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇപ്പൊ 10 മുതലുള്ള നമ്പേഴ്സിലാണ് നമ്മൾ പൂർണ്ണവർഗ സംഖ്യകൾ എടുക്കേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, അതായത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ സ്ക്വയർ ആകുന്ന നമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാം 1ന്റെ സ്ക്വയർ 1 അത് 2 ഡിജിറ്റ് നമ്പർ അല്ല. അടുത്ത നമ്പർ 2, 2ന്റെ സ്ക്വയർ 4 അതും 2 ഡിജിറ്റ് നമ്പർ അല്ല. അടുത്ത നമ്പർ 3ന്റെ സ്ക്വയർ 9 അതും 2 ഡിജിറ്റ് നമ്പർ അല്ല. 4, അടുത്ത നമ്പർ 4ന്റെ സ്ക്വയർ 16 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 16 വരും. അടുത്ത 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 അത് 2 ഡിജിറ്റ് നമ്പർ ആണോ? അല്ല. അപ്പൊ ഇത്രയും പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് രണ്ടക്ക സംഖ്യകളിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റി ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഏതാണ്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫോർമുല എഴുതി വെക്കാം. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് divided by total number of outcomes. എല്ലാ ക്വസ്റ്റ്യനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോർമുലയാണിത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റി എഴുതാൻ കഴിയുന്നവർക്ക് മാറ്റി എഴുതാം. നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന രീതിയിൽ എഴുതിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ സാധാരണ എല്ലാ ക്വസ്റ്റ്യനും ഉപയോഗിക്കുന്ന ഫോർമുല പഠിച്ചു വെക്കുക, അവിടെ എഴുതാം. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, എന്തിന് പോസിബിൾ ആയിട്ടുള്ളത്? എന്തിന്റെ പ്രോബിലിറ്റി ആണോ കാണേണ്ടത് അതിന് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് കാണേണ്ട പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോബിലിറ്റി ആണ്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാ? 90. 6/90 എന്ന് എഴുതി ആൻസർ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 6ഉം 90യും 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 6നെ 6 കൊണ്ട് 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1ഉം 90നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 15ഉം കിട്ടും. 1/15 എന്ന് ആൻസർ എഴുതാം. അല്ലെങ്കിൽ 6/90 എന്നും ആൻസർ എഴുതാം. SSLC 2018 ചോദിച്ച 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. The letters of the word Malayalam are written in paper slips and put into a box. A child is asked to take one slip from the box without looking. A. What is the probability of getting the letter A? B. What is the probability of not getting A? മലയാളം എന്ന വാക്കിലെ ഓരോ അക്ഷരവും ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. ഒരു കുട്ടി പെട്ടിയിൽ നോക്കാതെ ഒരു കടലാസ് കഷ്ണം എടുത്താൽ അത് എ എന്ന അക്ഷരമാകാനുള്ള സാധ്യത എന്താണ്? എ എന്ന അക്ഷരമാകാതിരിക്കാനുള്ള സാധ്യത എന്താണ്? ഈ മലയാളം എന്ന വേർഡിലെ ലെറ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേപ്പറിൽ എഴുതി ഒരു ബോക്സിനകത്ത് ഇടുന്നു. എം ഒരു ഇതില്, അടുത്തേല് എ, അടുത്തേല് എൽ, എ വൈ, എ എൽ, എ എം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ എണ്ണം എത്ര സ്ലിപ്സ് ഉണ്ട് ഒരു ബോക്സിനകത്ത് ഇട്ടേക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാം 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ 9 ലെറ്റേഴ്സ് ആണ് മലയാളം എന്ന വേർഡിനകത്ത് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമതായിട്ട് കാണേണ്ടത് പ്രോബബിലിറ്റി കാണണം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ആ ഫോർമുല എഴുതി വെക്കാൻ ആദ്യം തന്നെ. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് divided by total number of outcomes. ഒന്നാമത്തതിന്റെ ആൻസർ. ഈ പേപ്പർ സ്ലിപ്പിൽ എ എന്ന അക്ഷരം എടുക്കാനുള്ള സാധ്യത എത്രയാണ്? അപ്പൊ എ എന്ന അക്ഷരത്തിന് ഫേവറബിൾ ആയിട്ട് എത്ര സ്ലിപ്പ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. എ എന്ന അക്ഷരത്തിന് പോസിബിൾ ആയിട്ട് എത്ര സ്ലിപ്പ് ഉണ്ട്? 1 2 3 4 4 സ്ലിപ്സുകളാണുള്ളത്. അതായത് 4 എ ലെറ്റേഴ്സ് ആണ് മലയാളം എന്ന വേർഡിനകത്തുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് സ്ലിപ്സ് എന്ന് പറയുന്നത് 9 ആണ്.
സോ ആൻസർ കിട്ടും നമുക്ക് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 4/9. രണ്ടാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ എന്ന അക്ഷരമാകാതിരിക്കാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ എ അക്ഷരമല്ലാത്തതിന്റെ എണ്ണം നോക്കിയാൽ മതി. 1, 2, 3, 4, 5. 5 ബൈ ടോട്ടൽ എത്രയാ? 9. 5/9. എന്നാൽ ഇത് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. എണ്ണി നോക്കാതെ തന്നെ ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റും. എണ്ണി നോക്കി എഴുതുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. മറ്റു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് മലയാളം എന്ന വേർഡിലെ ലെറ്റേഴ്സിന് ഇങ്ങനെ ഓരോ സ്ലിപ്പിലായിട്ട് എഴുതി ഒരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 2 ഈവൻസ് ആണ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. ഒന്ന് എ എന്ന അക്ഷരമാകാനുള്ള സാധ്യതയും എ എന്ന അക്ഷരമാകാതിരിക്കാനുള്ള സാധ്യതയും. സത്യത്തിൽ ഇതില് രണ്ടിലുമുള്ള സ്ലിപ്പുകൾ കൂട്ടുമ്പോഴാണ് നമുക്ക് ആ ടോട്ടൽ സ്ലിപ്സ് കിട്ടുന്നത്. ആണല്ലോ, എ എന്ന അക്ഷരവും എ അല്ലാത്ത അക്ഷരവും കൂടെ കൂട്ടുമ്പോഴാണ് ആ 9 ലെറ്റേഴ്സ് വരുന്നത്. അങ്ങനത്തെ കേസിൽ ഇത് രണ്ടും കൂടെ കൂട്ടി ഇതിനകത്തുള്ള ഔട്ട്കംസും ആദ്യത്തെ ക്വസ്റ്റിനകത്തുള്ള ഔട്ട്കംസും രണ്ടാമത്തെ ക്വസ്റ്റിനകത്തുള്ള ഔട്ട്കംസും കൂടെ കൂട്ടുമ്പോൾ ആ ബോക്സിനകത്തുള്ള ടോട്ടൽ ഔട്ട്കംസ് കിട്ടുവാണെങ്കിൽ ആദ്യത്തെ പ്രോബബിലിറ്റി കിട്ടിയാൽ രണ്ടാമത്തെ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ 1 നിന്ന് ആദ്യത്തെ പ്രോബബിലിറ്റി കുറച്ചാൽ മതി. മനസ്സിലായല്ലോ? ബിക്കോസ് ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ്? 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 നിന്ന് ഇത് കുറച്ച്. ഈ മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് അല്ലാത്ത കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. 2 ക്വസ്റ്റ്യനിലെയും ഔട്ട്കംസിന്റെ തുക എന്ന് പറയുന്ന ഔട്ട്കംസിന്റെ എണ്ണങ്ങളുടെ തുക എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണെങ്കിൽ ഒന്നാമത്തതിന്റെ പ്രോബബിലിറ്റി അറിയാമെങ്കിൽ രണ്ടാമത്തതിന്റെ കാണാൻ 1 നിന്ന് ആദ്യത്തെ പ്രോബബിലിറ്റി കുറച്ചാൽ മതി. 1 നിന്ന് ആദ്യത്തെ പ്രോബബിലിറ്റി കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ അതേ ഡിനോമിനേറ്റർ തന്നെ ഇടും അല്ലെ. ഇനി 1 × 9 ആ ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ. 1 × 9 9 മൈനസ് അതേ ന്യൂമറേറ്റർ ഇടും. 9 4 കുറച്ചാൽ 5. 5/9 എന്ന് ഉത്തരം കിട്ടും. എണ്ണി എഴുതിയാലും 5/9 കിട്ടും. ഈ മെത്തേഡ് ചിന്തിച്ചാലും 5/9 തന്നെ ആൻസർ കിട്ടും. അടുത്തൊരു SSLC ക്വസ്റ്റ്യൻ ചെയ്യാം. Each of the 11 letters of the word mathematics is written on separate cards and put into a box. If we take one card randomly from it, what is the probability of getting the letter M? What is the probability of getting a vowel? Mathematics എന്ന വാക്കിലെ 11 അക്ഷരങ്ങളിൽ ഓരോന്ന് ഓരോ കാർഡിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിരിക്കുന്നു. അതിൽ നിന്നും ഒരു കാർഡ് എടുത്താൽ M എന്ന അക്ഷരം കിട്ടാനുള്ള സാധ്യത എത്ര? ഒരു സ്വരാക്ഷരം കിട്ടാനുള്ള സാധ്യത എത്ര? പ്രോബബിലിറ്റി കാണേണ്ട ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ആദ്യം തന്നെ ഫോർമുല എഴുതി വെക്കാം. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി ഒന്നാമത്തെ പാർട്ട് ആൻസർ ചെയ്യാം. കാണേണ്ടത് മാത്തമാറ്റിക്സ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു കാർഡിൽ എഴുതി ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. അത് M ആകാനുള്ള സാധ്യത. അപ്പൊ എമ്മിന് ആ വേർഡിനകത്ത് എത്ര M ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1 2 2 M ആണ് ഉള്ളത്. സോ 2 ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 11 എന്ന് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എണ്ണി നോക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? 2/11. ഓക്കെ. ഇനി ഒരു സ്വരാക്ഷരം കിട്ടാനുള്ള സാധ്യത, വവൽ കിട്ടാനുള്ള സാധ്യത. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വവൽ? നമുക്കറിയാം ഇംഗ്ലീഷിലെ വവൽസ് എന്ന് പറയുന്നത് A E I O U ആണ്. അപ്പോൾ ഈ മാത്തമാറ്റിക്സ് എന്ന വേർഡിൽ ഈ ലെറ്റേഴ്സിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. A ഉണ്ട്, E ഉണ്ട്, വീണ്ടും A ഉണ്ട്. അപ്പൊ അത് 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം എഴുതണം. കാരണം ടോട്ടൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 11 ലെറ്റർ ആണ്. ആ 11 എണ്ണത്തിൽ ഈ 2ഉം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ I. ഇങ്ങനെ 4 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. എയും ഇയും എയും പിന്നെ I. അപ്പൊ പ്രോബബിലിറ്റി കാണും. അപ്പൊ വവൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ടോട്ടൽ എത്ര വവൽസ് ഉണ്ട് 11 എണ്ണത്തിൽ? 4. സോ 4/11 എന്നതാണ് ആൻസർ.